വഖഫ് നിയമം സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു, വിധി പ്രസ്താവം വന്നു. മുസ്ലിമീങ്ങളായ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രതിനിധികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസകരമാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഏകദേശം 7 ദിവസമാണ് പ്രസ്തുത വിഷയത്തെ വിശദീകരിക്കുവാനുള്ള അവസരം എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ 7 ദിവസമെന്നല്ല, 700 ദിവസമെന്നല്ല, 70,000 വർഷം കൊടുത്താൽ പോലും ഇപ്പോൾ നിലവിൽ അവർ പാസാക്കിയിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം അത് ജനാധിപത്യ വിരുദ്ധമല്ല എന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല എന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. രാജ്യത്തിന്റെ ബഹുസ്വരതയെ തച്ചു തകർക്കുന്നതല്ല എന്ന് തെളിയിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല. എന്തായാലും അൽഹംദുലില്ലാഹ്, വഖഫ് ഭേദഗതി ബില്ലിൽ നമുക്ക് അനുകൂലമായൊരു നിലപാട് കോടതി സ്വീകരിക്കുമ്പോൾ ഇനി ഭാവിയിൽ കോടതിയുടെ നിലപാടുകൾക്ക് ഒരു മനംമാറ്റം സംഭവിക്കോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിൽ തന്നെയും നിലവിലുള്ള ഈ നിയമം നമുക്ക് അനുകൂലമായി വരുമ്പോൾ നിലവിലുള്ള വഖഫ് നിയമം അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് കോടതി വിധി പുറപ്പെടുവിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അശാന്ത പരിശ്രമം നടത്തിയ ഒരുപാട് മഹാരഥന്മാർ അനുസ്മരിക്കപ്പെടേണ്ടവരായിട്ടുണ്ട്. രാജ്യത്തെ ഉന്നത അഭിഭാഷകനായ കപിൽ സിബൽ അടക്കം സംസ്ഥാനത്തെ എംപിമാർ, ഇതര സംസ്ഥാനങ്ങളിലെ എംപിമാർ അടക്കമുള്ളവർ, വഖഫ് ഭേദഗതി ബില്ലിനെ പ്രതികൂലിച്ച് സംസാരിച്ചവർ, ഇവരെല്ലാവരും അനുസ്മരിക്കപ്പെടേണ്ടതാണ്. സിഖ് സമുദായത്തിന്റെ പ്രതിനിധിയായ ഏകദേശം 70 ഹർജികളാണ് വന്നത്. ആ 70 ഹർജിയിൽ ഒന്ന് ദയാസിംഗ് എന്ന് പറയുന്ന സിഖ് സമുദായത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയുടേതായിരുന്നു. ഇവരൊക്കെയും അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. എന്തായാലും ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ അബൂ താലിബ് വഹിച്ച ആ ഒരു റോളാണ് ഇവരൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാൻ, പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ശത്രുവർഗം ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിന്നത് അബൂ താലിബായിരുന്നു. അബൂ താലിബ് മുസ്ലിമല്ല. അബൂ താലിബ് പ്രവാചകന്റെ റിസാലത്ത് കൊണ്ട് അംഗീകരിച്ച ആളല്ല. അബൂ താലിബ് തൗഹീദ് കൊണ്ട് അംഗീകരിച്ച ആളല്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി നിലകൊണ്ടതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായമായ നമുക്ക് വേണ്ടി രാജ്യത്തെ ഹൈന്ദവർ, ക്രൈസ്തവർ, മറ്റ് ഇതര മതസ്ഥരായ ആളുകൾ നിലകൊള്ളുമ്പോൾ അവരൊക്കെയും ചരിത്രത്തിലെ അബൂ ത്വാലിബിന്റെ റോളാണ് അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അബൂജാഹിലീങ്ങൾ സംഹാരമൂർത്തിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ചുകൊണ്ട് അവർ ആടിത്തിമറക്കട്ടെ. നമുക്ക് രക്ഷയ്ക്കായി, നമുക്ക് മോചനത്തിനായി അബൂ ത്വാലിബന്മാർ ഉണ്ടല്ലോ.